ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1583 ദിവസമായ ഇന്ന് 2025 സെപ്റ്റംബർ മാസം 14 ഞായറാഴ്ച. 1201 ആണ്ട് ചിങ്ങമാസം 29 ഗുരുവചനങ്ങളിലൂടെ ശുചിത്വപൂർണമായ ജീവിതം ഒരാചാരമായി അനുഷ്ഠിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢവചസ്സും എന്ന് വിവരിക്കുന്നതിൻ്റെ 29 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആ സന്ദേശസൂത്രം വിഗ്രഹങ്ങളുടെ ലോകത്തിലേക്കും ആ വിഗ്രഹങ്ങളായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദേവതകളുടെ ലോകത്തിലേക്കും കടന്നു ചെല്ലുന്നതിനുള്ള വാതിൽ തുറന്നു തരുന്ന താക്കോലാണ്. പുരാണകഥകളിലെ നിഗൂഢാർത്ഥങ്ങളും അത് തുറന്നു കാട്ടിത്തരും. ഇത് രണ്ടും ഈ സന്ദർഭത്തിൽ പ്രസക്തമായി വരുന്നത് പ്രശ്നങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മർമ്മപ്രധാനമായ സ്വധർമ്മം നിത്യനൂതനത്വമുള്ള ഒരു യോഗാത്മകമായ ഭാഷയെ അറിയാനും ആദരിക്കുവാനുമുള്ള കഴിവ് നമുക്കുണ്ടാക്കുക എന്നതാണ്. അത് പൗരാണികമെന്നോ മധ്യകാലീനമെന്നോ ആധുനികമെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ എക്കാലത്തും ഏവർക്കും തിരിച്ചറിയാവുന്ന ഒരു ആലങ്കാരിക ഭാഷയാണ്. വളരെ സാധാരണമാണെന്നുണ്ടെങ്കിലും ഗുരുക്കന്മാരുടെ മൊഴികളിലെ ജ്ഞാനരഹസ്യം വെളിവായി കിട്ടാൻ ഇതുകൂടാതെ കഴിയില്ല. ഈ അർത്ഥത്തിലാണ് ഗുരുക്കന്മാരുടെ മൊഴികൾ ഒരുതരം കടങ്കഥയായോ വിരോധോക്തിയായോ ഒക്കെ തോന്നുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.